അപ്പൊ നമ്മളേ വലിയ കപ്പലിൽ നിന്ന് ചെറിയ ബോട്ട് കയറുന്ന വീഡിയോ ആക്കിയല്ലോ. ഉണ്ടെങ്കിൽ ഇവിടെ ഡോറാണ് ഓപ്പൺ ആക്കിയപ്പോൾ കറക്റ്റ് കടലിന്റെ ലെവലിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇത് കാണാൻ വേറെ വൈബാണോ. നമ്മുടെ ലഗേജും കാര്യമൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലഗേജൊക്കെ നമുക്ക് ചെറിയ ബോട്ടിൽ എടുത്തൊക്കെ ഉള്ളതാണ്. ഇവിടെ കപ്പലിൽ രണ്ട് മൂന്ന് ജോലിക്കാരുണ്ട്. പിന്നെന്താ, ഈ ചെറിയ ബോട്ട് വരുന്നില്ലേ, ആദ്യത്തെ ആൾക്കാർ നമ്മളെ സഹായിക്കട്ടോ അതൊക്കെ എടുത്തു വെക്കാൻ. നമ്മളെ ടൂൾസ് ഒക്കെ ഉള്ളതാണ് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ബോട്ട് വന്നാണ് നേരെ നമുക്ക് ബോട്ട് കയറണം കേട്ടോ. അപ്പം നമ്മൾ സാധനമൊക്കെ എടുത്ത് നമ്മൾ നേരെ ബോട്ട് കയറി, ചെറിയ ബോട്ട് കയറി. അപ്പോൾ ബോട്ട് നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വലിയ കപ്പലിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കയറ്റിയിട്ട് നമുക്ക് പോകുള്ളൂ. പിന്നെ ഇതിലേക്കുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഇത് ഈ ലാസ്റ്റ് ചെറിയ ബോട്ടാട്ടോ. ഈ കപ്പലെല്ലാവരും പോയി, ഈ വലിയ കപ്പലിൽ നിന്ന് ഈ ദ്വീപുകൾ എല്ലാവരും ഇറങ്ങിയാണ്. ഞങ്ങൾ മാത്രം ലാസ്റ്റ് പോകണം കേട്ടോ. ചെറിയ ബോട്ടിൻ്റെ പേര് അർഫാത്താണ്. നല്ല ആട്ടാടുണ്ട്, ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. ഇതെല്ലാം ബാലൻസാ എന്തിക്കാണ്ട് ഇറങ്ങിയാലേ. നമുക്ക് പോവാനുള്ള അങ്ങോട്ടാണ്. അപ്പോൾ ഇതിലേക്കുള്ള ആൾക്കാരെ മാക്സിമം കയറ്റി. ഇനി ലാസ്റ്റ് ബോട്ടാണ് വിളിച്ച് പറഞ്ഞിട്ട് കപ്പലിൽ അനൗൺസ്മെന്റ് ചെയ്യും. ഈ ലാസ്റ്റ് ബോട്ടാണ് ദ്വീപുകളിൽ എല്ലാവരും കയറിക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആളൊക്കെ കയറി കഴിഞ്ഞിട്ടാ നമ്മളിപ്പോൾ പോകും. എന്തൊക്കെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ സാധനങ്ങൾ കയറ്റി ഞാൻ ഉടനെ പോകട്ടോ. ഈ കപ്പലിൽ ഇരിക്കുമ്പോൾ ഭയങ്കര പേടി തോന്നും. കാരണം ചെറിയ ബോട്ടായതുകൊണ്ട്, ചെറിയ ബോട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അത് നല്ല ആഞ്ചലാ വെള്ളം ഇങ്ങനെ ഇതായിട്ട്. വലിയ ബോട്ടിലാകുമ്പോൾ നമുക്കൊന്നും അറിയില്ലേ. കാരണം നല്ല വലിപ്പമുള്ളതുകൊണ്ട് അതൊന്നും ചെറിയ ആഞ്ചൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിക്കുള്ള ആളൊക്കെ ആയിട്ടോ. ആൾക്ക് അതിന് ശേഷം നേരെ വിടാളെ വരും കേട്ടോ. ഇപ്പോൾ ഡ്രൈവർ സ്റ്റാർട്ടാക്കിയേ എണ്ണ പുകയറിന്. ഇത് 5 മണിക്കായിരുന്നു, നല്ല പുകയുണ്ട്. ഇതാണ് നമ്മൾ ഡ്രൈവർ ബാക്കിൽ തന്നെ. ഡ്രൈവർ സെറ്റ് നിന്ന് ഓട്ടണേ. ബിലാൽ ബോസ്, ഡ്രൈവറുടെ പേര് ബിലാലാട്ടോ. നമ്മൾ ചങ്ങായി തന്നെയാണ്. സ്കൂബ ഡൈവിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓനെ നേരെ ദ്വീപിലേക്കുള്ള യാത്ര. കുറച്ച് പോവുള്ളൂ, അല്ല ഇതിൽ കുറച്ച് പോവുള്ളൂ. വലിയ കപ്പലുണ്ട്, നമ്മൾ വന്ന കപ്പലുണ്ട് അപ്പോൾ വൃത്തി. അതാണ് നമ്മൾ വന്ന കപ്പൽ. കപ്പലിൻ്റെ വലിപ്പം നോക്കിയാണ് നിങ്ങൾ. എന്താ അല്ലേ, ഇത്രയും വലിപ്പമുള്ള കപ്പലാണ്. അപ്പോൾ ആ കപ്പൽ നമ്മൾ ചെറിയ ബോട്ട് കയറിയാണ്ട് ദ്വീപ് ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ. ഇതൊരു വേറെ വൈബാണ് മക്കളെ. ഈ ചെറിയ ബോട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ടൂറിസ്റ്റുകാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ പുറമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇതിൽ ജോലിക്കാരനാട്ടോ. രണ്ട് മൂന്നാൾക്കാരൊക്കെ ഉള്ളൂ. ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൽ ജോലിക്കാരാണ്. ജോലിക്കാരല്ല, ഇവിടെ ദ്വീപുകാരൻ തന്നെ. വലിയ എന്തോരം സാധനം അങ്ങോട്ട് കയറ്റി വെക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ദ്വീപ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കട്ടെ. വെള്ളം നോക്കിയാണ് മക്കളെ, അടിങ്ങട്ട് കാണും വെള്ളം. വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ മതിയാവും, പൂതി കിടൂല. വെള്ളം കണ്ടത് നമ്മൾ പോകുന്ന ബോട്ടൊക്കെയാണ് ഒരുപാട് ദൂരമായി മാറി. ആ ബോട്ടിൻ്റെ പൊസിഷനൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. വെള്ളത്തിൽ കിടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കുവേ. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുവേ. നമുക്ക് പോകാനുള്ള ദ്വീപാട്ടെ. ഈ ദ്വീപ് അത് മുതൽ ഇതുവരെ ഉള്ള ദ്വീപ് അതോടെ തീർന്നു.
ഈ ബോട്ട് യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. കപ്പൽ യാത്ര വേറെ എക്സ്പീരിയൻസ്. ഈ ചെറിയ ബോട്ട് യാത്ര വേറെ എക്സ്പീരിയൻസ്. അങ്ങനെ ആടി ഉലഞ്ഞ് ഇങ്ങനെ കടലിൻ്റെ അടിഭാഗം ഇങ്ങനെ കണ്ടിങ്ങനെ പോകാറ് വേറെ വൈബാട്ടത് യാത്ര. നോക്കിയാൽ നിങ്ങൾ അടി വെള്ളം കാണാൻ പറയാം, കടലിൻ്റെ അടിഭാഗമാണ്. ഇവിടെ ഒന്നും വല്ല ആയം ഉണ്ടാവില്ല കേട്ടോ. രണ്ട് മൂന്നാൾ ആയം ഉണ്ടാവില്ല, പക്ഷെ അടി വരെ ശരിക്കും നമുക്ക് കാണാൻ കഴിയും. മണലിങ്ങനെ കാണാൻ നിങ്ങൾ അടി വെളുത്തുകൊണ്ട് നിൽക്കണം, എന്താ അടിഭാഗം കാണാം കേട്ടോ. ഇത്രയും ക്ലിയർ ആവും. മീനൊക്കെ നീന്തുമ്പോൾ കറക്റ്റ് കാണാൻ കഴിയും കേട്ടോ. ഭയങ്കര ക്ലിയർ അവിടെയൊക്കെ. അപ്പം നമ്മൾ ദീപക് ഇങ്ങനെ എടുക്കാറായിട്ടോ. അങ്ങനെ എത്താനാകുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ ഏകദേശം എൻട്രൻസ് എത്താനായിട്ടോ. രണ്ട് ആ കുറ്റിയാണ് ഇതിനകത്ത്. ഞാൻ ആ കുറ്റി എത്താനായിട്ട്, ആ കുറ്റിയാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിനു മുമ്പ് ഈ കുറ്റി മാറി കയറിയിട്ട് അവിടെ തര ഉണ്ട് ഞങ്ങൾ പൊന്തിക്കണത്. അത് മറ്റേ ചരക്ക് വണ്ടി ഇതുപോലെ എൻട്രൻസ് അല്ലാത്ത ഭാഗത്ത് കൂടെ കയറിയിട്ട് അവിടെ അടിവാൻ തട്ടിയിട്ട് മറിഞ്ഞതാണ്. ഒരുപാട് മുമ്പ് മറിഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം അത്രയും ക്ലിയർ ആട്ടോ. കാണുന്നത് ഞങ്ങൾക്ക് കറക്റ്റ് നല്ല അടിഭാഗം കറക്റ്റ് കാണാൻ കഴിയും. നമ്മൾ പോകുന്ന കപ്പുകളൊക്കെയാണ് ഇത്രമാനം ദൂരം, ഒരുപാട് ദൂരമാണ്. കാരണം ഇത് ഒരുപാട് ദൂരം വരെ അടിഭാഗം ഞാൻ സിമ്പിളായിട്ട് കാണാൻ കഴിയും. ആയം കുറഞ്ഞ ഒരുപാട് ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വലിയ കപ്പൽ എടുക്കാത്തിട്ടാ. ചെറിയ ബോട്ടിൽ പോകാനുള്ള കാരണം അതുകൊണ്ടാണ്. മറ്റേത് വലിയ ബോട്ട് കപ്പൽ ഇങ്ങോട്ട് നടക്കും. പക്ഷേ ഇത് ഇവിടെ നിന്നാണ്ട് ഒരുപാട് ലോങ് വരെ ആയം കുറഞ്ഞ് നല്ല തെളിയുള്ള വെള്ളവും അടി തട്ടും കേട്ടോ. ചെറിയ ആയമുള്ളൂ. അതുകൊണ്ടാണ് വലിയ കപ്പൽ ഇങ്ങോട്ട് വരാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മുങ്ങിയ ചെറിയ ബോട്ടാണ് അതിന് മഞ്ജു എന്നാ പറയട്ടെ. ഇവിടെ ഇവിടെ ചരക്ക് വണ്ടി ബേപ്പൂർ ഭാഗത്ത് നിന്ന് വരുന്ന ചരക്കാണ്. ഞാൻ മഞ്ജു എന്നാ പറയല്. ഞാൻ മഞ്ജു ഒന്ന് ഒരുപാട് മുമ്പ് ഇതേമാതിരി അതിലൂടെ എൻട്രൻസ് മാറി കയറിയിട്ട് അടിവാൻ തട്ടിയിട്ട് നേരെ കണ്ട് ഞങ്ങൾ കരണ്ട് ഞങ്ങൾ കടലിൻ്റെ നടുവിൽ കരണ്ട് ഞങ്ങൾ കല്ല് കൂട്ടിയിട്ട മാതിരി. അത് വേലിയിറക്കാം കേട്ടോ. വേലിയിറക്കിയ സമയമാണ് എന്താണ് എന്താ ലോ ഷെഡോ ഹൈ ഷെഡോ എന്നൊക്കെ പറഞ്ഞേക്കാം. ലോ ഷെഡാണ് ചിലപ്പോൾ. അതാണ് അവിടെ കല്ല് പൊന്തിക്കുന്നത്. ഹൈ ആകുമ്പോൾ അവിടെ വെള്ളം പൊന്തും. അതാണ് നമ്മളെ എൻട്രൻസ് ഇട്ടോ. എൻട്രൻസിൻ്റെ കുറ്റി ഇതിൽ കയറിയാൽ അടിവാൻ തട്ടൂല കേട്ടോ. ബാക്കിയുള്ളിടത്തൂരൊക്കെ കയറി അടിവാൻ തട്ടും. ലോ ഷെഡ് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ കല്ല് പൊന്തിക്കുക കേട്ടോ. ചില സമയത്ത് പെട്ടെന്ന് ഹൈ ഷെഡ് ആകും, വെള്ളം പൊന്തും ചെയ്യും. അപ്പം ദ്വീപിനോട് ഇങ്ങനെ എടുക്കാറായിട്ടോ. ഇതിനോട് അടുക്കും തോറും വെള്ളത്തിൻ്റെ ഇങ്ങനെ ക്ലിയർ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഭയങ്കര രസമാണ് കാണാൻ. വെള്ളം ഇങ്ങനെ പതഞ്ഞ് മരണതും വെള്ളത്തിൻ്റെ അടി വരെ എടുത്ത് കാണുന്നുണ്ട്. നമ്മളെ ദ്വീപ് എത്താനായിട്ടോ. ദ്വീപിലെ മണലാണ്ട് നിങ്ങൾ തെങ്ങും മണലും കാണുന്നുണ്ടോ? ആ ഒരു വൃത്തിയൊക്കെ നിങ്ങൾ അത്രയും വൃത്തി, ഭയങ്കര രസമാണ് കാണാൻ. ആ ദ്വീപും ആ ദ്വീപിലെ എല്ലാ സംഗതികളും എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. നമ്മൾ അടുക്കും തോറും അടിഭാഗം ഇങ്ങനെ ക്ലിയർ കൂടി 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 വരണം. നല്ല തെളിഞ്ഞ് വരും. അപ്പം നമ്മൾ ദ്വീപ് എത്താറായിട്ട് തെങ്ങൊക്കെ ശരിക്കും കാണാൻ തുടങ്ങിയേ. ദ്വീപ് എത്തി ഏകദേശം ദ്വീപ് എത്തിയിട്ടുണ്ട്.
ദ്വീപ് വെക്കുമ്പോൾ നോക്കിയാണെങ്കിൽ മണലൊക്കെ നിർത്തിയിരിക്കുന്ന കുറേ ചെറിയ മീൻ പിടിക്കാൻ പോണ ബോട്ടുകൾ, മണൽ, ആ കടപ്പുറം കാണാൻ എന്ത് ഭംഗിയാ അറിയങ്ങള്. ഇപ്പം നമ്മൾ ദ്വീപ് കാണാൻ കറക്റ്റ് ദ്വീപ് കാണാനില്ലേ. ആ ബീച്ച് വേറെ വൈബ് തന്നെ കേട്ടോ. വേറിട്ടെങ്കിൽ നമ്മൾ ദ്വീപ് കാണണം, അതൊരു സംഭവം തന്നെ. നമ്മൾ ദ്വീപ് എങ്ങനെ എത്താറായിട്ടുണ്ട്. അത് എവിടെയാണ് നമ്മൾ ജെട്ടി കേട്ടോ, അതായത് നമ്മളെ ബോട്ട് പോയാണ്ട് അടുപ്പിക്കൽ അവിടെയാണ്, അവിടെ നമ്മൾ ഇറങ്ങൽ കേട്ടോ. ഇപ്പൊ വന്ന് ഇറങ്ങിയ ആൾക്കാരായിട്ടോ നിൽക്കുന്നതൊക്കെ. ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ അടിഭാഗം വരെ ഫുള്ള് മണലാ, ഫുള്ള് പക്ക മണൽ. കുറച്ച് അപ്പുറത്തേക്ക് പായലുണ്ടീനി, ഇവിടെയാണ് അടിഭാഗം അത്രയും ക്ലിയർ വെള്ളം. ഏതാണെന്നറിയോ, അത് മീൻ വരെ പോകണം, നമുക്ക് അക്വേറിയം വരെ കാണാൻ പറ്റും. അത്രയും ക്ലിയർ ആട്ടോ അവിടെ വെള്ളം, പക്ക പക്ക. പാറൊക്കെ ഉപ്പ് തട്ടുന്നുണ്ട്, ഇപ്പോളം തട്ടിന് പാറൊക്കെ കമ്പിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ജെട്ടിക്ക് ഇറങ്ങിയിട്ടാ. നമ്മൾ ഒരുപാട് പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം വന്നതോടെ ഇവിടെ ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ബീച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ ഓട്ടോറിക്ഷ ഉണ്ട്, നമ്മൾ സാധനമൊക്കെ വെച്ച് റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ തന്നെയാണ്, സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ നമ്മൾ നേരെ ദ്വീപിലൂടെ നമ്മൾ നേരെ റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ബീച്ചിലെ കാഴ്ചകളും ബീച്ചിലെ എല്ലാ സംഗതിയും നമ്മൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുക, എല്ലാവരും കയറി കാണണം. ബീച്ചിലെ ഓരോ വിശേഷങ്ങളും ബീച്ചിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ഫുള്ള് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം. ഇവിടെ ആകപ്പാടെ ഈ ഒരു ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഈ ദ്വീപിൽ ആകെ ഒരു ഓട്ടോറിക്ഷ ഉള്ളു, രണ്ട് മൂന്ന് കാറൊക്കെ ഉണ്ടാവും, ആകെ ഈ ഓട്ടോറിക്ഷയേ ഉള്ളൂ ഈ ദ്വീപിൽ കേട്ടോ. പിന്നെ ഫുള്ള് ബൈക്കും സൈക്കിളുകളും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഓരോ കടകളുണ്ട് നിങ്ങൾ, ഇതുപോലെ ഷെഡുകളും മറ്റു മറിച്ചൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കടകൾ, ഹോട്ടലുകളൊക്കെ. നമ്മുടെ നാട്ടിൽ വരെ ബിൽഡ് ചെയ്യാവുന്ന, പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമാട്ടോ നമ്മൾ. ആ, ഇവിടെ ഒരു ഓട്ടോറിക്ഷ കൂടി ഉണ്ട് തോന്നുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ കൂടി ഇപ്പോൾ കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒറ്റ ഓട്ടോറിക്ഷ ഉള്ളൂ, ഒരു കറണ്ട് ഓട്ടോറിക്ഷ കൂടി കൂടിയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാട്ടോ. പിന്നെ കൂടുതൽ ആൾക്കാർ സൈക്കിളാണ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ ബൈക്കും.
ഏകദേശം നമ്മൾ റൂമിലെത്താനായിട്ടോ. നമ്മൾക്ക് താമസിക്കാനുള്ള വീടെത്താനായി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിംഗ് കേട്ടോ. ഈ കാണുന്ന രണ്ട് നില കാണുന്നത് ഇവിടുത്തെ മദ്രസ ആണ്. അപ്പോൾ ഏകദേശം നമ്മളെ വീടെത്താറായിട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം. ദ്വീപിലെ വിശേഷങ്ങൾ കംപ്ലീറ്റ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം ആ കാണുന്ന ഷീറ്റിട്ട വീടാണ് നമ്മൾ താമസിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. ഓക്കെ, താങ്ക് യു.